തീവ്രവാദികളെ കയറ്റിവിട്ടിട്ട് കാർഗിൽ കൈയേറാൻ വന്നു. നമ്മുടെ ലഡാക്ക് മലയുടെ കൊടുമുടികൾ കീഴടക്കാൻ വന്നു, തിരിച്ചടിച്ചു, വലിയ വിജയം ഉണ്ടായി. അതാണ് നമ്മുടെ കാർഗിൽ വിജയം. ഇന്നലെ കാർഗിൽ വിജയ ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ സമയത്ത് ഇവരുടെ ഈ നയവും നിലപാടും പ്രതിപക്ഷത്തിൻ്റെ തീർച്ചയായിട്ടും ഭരണകക്ഷിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിൻ്റെ പണിയാണ്. പക്ഷേ അത് എപ്പോൾ എന്നത് വളരെ പ്രധാനമാണ്. ഒരു രാഷ്ട്രത്തോട് എപ്പോഴാണ് സംവദിക്കേണ്ടത്, എപ്പോഴാണ് ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, അത് തന്ത്രപ്രധാനമായ ഒരു യുദ്ധം നടക്കുമ്പോഴല്ല. അക്കാര്യത്തിൽ പ്രതിപക്ഷം തിരിച്ചറിയുന്നതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഈ ട്രംപിന് കൊടുക്കേണ്ടത് അന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇനിയൊരു ചർച്ച കൂടി ആവട്ടെ. ഇപ്പോൾ ലോകം മുഴുക്കെ നടന്ന് ഇന്ത്യയുടെ ഡെലിഗേഷൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ബോധ്യപ്പെടുത്തിയത്? എന്തുകൊണ്ട് ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു, എന്നിട്ടും എന്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ നമ്മൾ ആക്രമിച്ചില്ല, എന്തുകൊണ്ട് പാകിസ്ഥാനിലെ സിവിലിയന്മാരെ ആക്രമിച്ചില്ല, പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ തകർത്തത്. ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചു. 2, ട്രംപ് എന്നല്ല ആരും ഞങ്ങളോട് യുദ്ധം നിർത്താൻ വന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കതിന് ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും എപ്പോൾ നിർത്തേണ്ടതെന്നും. ഇത് ലോകം മുഴുവൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇനി ഇന്ത്യൻ പാർലമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ എന്താ ബുദ്ധിമുട്ട്? പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, ഇന്ത്യ ഗവൺമെൻറ് അത് വിശദീകരിച്ചിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഈ ചർച്ച നന്നായി എന്നാണ്. ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ ആ ചർച്ച അനിവാര്യമായിരുന്നു. അതിന് ഇന്ത്യ ഗവൺമെൻറ് വഴങ്ങിയതും അതിന് അവസരം കൊടുത്തതും ഏറ്റവും ജനാധിപത്യപരമായൊരു നല്ല മാതൃകയായിട്ട് വേണം നമുക്ക് കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.